ഓശാന ഞായർ വലിയ നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ചയെ വലിയ ആഴ്ചയെന്ന് സാധാരണ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധവാരമെന്നും. ഓശാന ഞായറാഴ്ച ആരംഭിച്ച് ഉയിർപ്പ് ഞായറിൽ അവസാനിക്കുന്ന ഈ ആഴ്ചയിലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും രക്ഷാചരിത്രത്തിൻ്റെ കേന്ദ്രവുമായ യേശുവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങൾ പ്രത്യേകമാവിധം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. രക്ഷാചരിത്രത്തിലെ ഏറ്റവും വലുതും നിർണായകവുമായ സംഭവങ്ങൾ അനുസ്മരിക്കുന്നതിനാൽ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നു. അതേസമയം പാപിയായ മനുഷ്യനെ യേശുവിൻ്റെ മരണവും ഉദ്ധാനവും വഴി വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കുന്ന സംഭവങ്ങൾ ആഘോഷിക്കുന്നതിനാൽ വിശുദ്ധവാരമെന്നും വിളിക്കുന്നു. 8 ദിവസം ദീർഘിക്കുന്ന സംഭവ പരമ്പരയുടെ തുടക്കമാണ് ഓശാന ഞായറാഴ്ച നാം ആചരിക്കുന്നത്. ഓശാന ഞായറാഴ്ച 2 സംഭവങ്ങളാണ് മുഖ്യമായും അനുസ്മരണ വിഷയമാവുന്നത്. 1. യേശുവിൻ്റെ നഗരപ്രവേശം. 2. ദേവാലയ ശുദ്ധീകരണം. ഇതിൽ ആദ്യ ഭാഗമായ നഗരപ്രവേശവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ പഠന വിഷയമാക്കുന്നത്. യേശുവിൻ്റെ ആഘോഷപൂർവമായ നഗരപ്രവേശം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാര്യമായ വ്യത്യാസങ്ങളില്ലാതെ. എന്നാൽ അനുബന്ധമായി വിവരിക്കുന്ന ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെന്നത് ശ്രദ്ധിക്കണം. സാഹചര്യം: മത്തായിയും മർക്കോസും ജെറുസലേം പ്രവേശനത്തിന് തൊട്ടുമുമ്പ് വിവരിക്കുന്നത് ജെറീക്കോയിലെ കുരുടൻ കാഴ്ച ലഭിച്ച് യേശുവിനെ അനുഗമിക്കുന്നതാണ്. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന കാഴ്ച ലഭിച്ച കുരുടൻ ശിഷ്യത്വത്തിൻ്റെ മാതൃകയായി നിൽക്കുന്നു. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് നാണയങ്ങളുടെ ഉപമയാണ്. നാണയം കുഴിച്ചിട്ട അലസനും അവിശ്വസ്തനുമായ ഭൃത്യനും തൻ്റെ രാജ്യത്വം അംഗീകരിക്കാത്ത പൗരന്മാർക്കുമെതിരെ പ്രഖ്യാപിക്കുന്ന വിധിവാചകങ്ങൾ ജെറുസലേം നഗരത്തിനും ആത്യന്തികമായി തന്നെ തിരസ്കരിക്കുന്ന ജനത്തിനും എതിരെയുള്ള വിധിവാചകമായി തീരുന്നു. അതിൻ്റെ പ്രതീകമായി മാറുന്നു യേശുവിൻ്റെ നഗരപ്രവേശവും അനുബന്ധ സംഭവങ്ങളും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സാഹചര്യം വ്യത്യസ്തമാണ്. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബഥാനിയായിലേക്ക് വന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വിവരണം തൈലാഭിഷേകവും അതിനെ കേന്ദ്രമാക്കി നടക്കുന്ന വിവാദങ്ങളും അവതരിപ്പിക്കുന്നു. ഈ തൈലാഭിഷേകം തന്നെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ബഥാനിയായിലെ തൈലാഭിഷേകം. വിരുന്നിനിരിക്കുന്ന യേശുവിൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശുന്ന അസാധാരണ സംഭവമാണ് യോഹന്നാൻ വിവരിക്കുന്നത്. ലാസറിനെ ഉയിർപ്പിച്ചതിന് പിന്നാലെ യേശുവിനെ വധിക്കാൻ യഹൂദ നേതാക്കൾ ഒരുങ്ങിയിരുന്നു. ലാസറിനെ കൂടി വധിക്കാൻ പദ്ധതിയൊരുക്കി കാത്തിരിക്കുമ്പോഴാണ് ജെറുസലേമിൽ നിന്ന് കേവലം 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബഥാനിയായിൽ യേശു ഒരു വിരുന്നിൽ പങ്കുചേർന്നത്. ആ വിരുന്നിൽ ലാസറും ഉണ്ടായിരുന്നു. ലാസർ, മാർത്ത, മറിയം എന്നീ 3 പേരുകൾ എടുത്തു പറയുന്നതിൽ നിന്ന് യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശിയത് ലാസറിൻ്റെയും മാർത്തായുടെയും സഹോദരി മറിയമാണെന്ന് അനുമാനിക്കുന്നു. മത്തായിയും മർക്കോസും ഇപ്രകാരം ഒരു തൈലാഭിഷേകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ അത് പെസഹ ആഘോഷിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. തൈലം പൂശുന്നത് പാദത്തിലല്ല, തലയിലാണ്. ഇതും യോഹന്നാൻ വിവരിക്കുന്നതും ഒരേ സംഭവം തന്നെയോ എന്ന് വ്യാഖ്യാതാക്കളുടെ ഇടയിൽ തർക്കമുണ്ടെങ്കിലും ഒരേ സംഭവത്തിൻ്റെ വ്യത്യസ്ത വിവരണങ്ങളായി കാണാനാണ് വ്യാഖ്യാതാക്കൾക്ക് കൂടുതൽ താൽപ്പര്യം. ലൂക്ക ഇപ്രകാരം ഒരു വിവരണം നൽകുന്നില്ല. എന്നാൽ ഗലീലിയിലെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതിനിടയിൽ ശിമയോൻ എന്ന ഫരിസേയ നേതാവിൻ്റെ വീട്ടിൽ വിരുന്നിലിരിക്കുന്ന യേശുവിൻ്റെ പാദത്തിൽ പാപിനിയായ ഒരു സ്ത്രീ തൈലം പൂശിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെയും ലൂക്കായുടെയും വിവരണങ്ങളിൽ 2 കാര്യങ്ങൾക്ക് സാമ്യമുണ്ട്. ഒരു സ്ത്രീ പാദങ്ങളിൽ തൈലം പൂശി തലമുടി കൊണ്ട് തുടച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വിവരണങ്ങളും ഒന്നായി കാണുന്നവരുമുണ്ട്. ഈ കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശിയത് മഗ്ദലന മറിയമായിരുന്നുവെന്നും മഗ്ദലന പരസ്യപാപിനി ആയിരുന്നു എന്നുമുള്ള നിഗമനങ്ങളിൽ എത്തുന്നു. ഒരു പടി കൂടി കടന്ന് ലാസറിൻ്റെ സഹോദരി മറിയമാണ് കുറേ കാലം മഗ്ദലന എന്ന പേരിൽ പട്ടണത്തിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതും പിന്നീട് യേശുവിൻ്റെ വാക്ക് കേട്ട് മാനസാന്തരപ്പെട്ട് പാദങ്ങളിൽ തൈലം പൂശി തന്നെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിയതെന്നും കരുതുന്നവരുമുണ്ട്. ഇത് പലരുടെയും ഭാവനാ സൃഷ്ടി എന്നതിൽ കഴിഞ്ഞ് സത്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറയാനാവില്ല. ബഥാനിയായിലെ തൈലം പൂശലിന് യോഹന്നാൻ സുവിശേഷകൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്.
യേശുവിൻ്റെ നഗരപ്രവേശത്തിൻ്റെ തലേ രാത്രിയിലാണ് സംഭവം. പിറ്റേ ദിവസം ജനം യേശുവിനെ രാജാവായി ജെറുസലേമിലേക്ക് വരവേൽക്കുന്നു. രാജകീയമായ നഗരപ്രവേശത്തിന് ഒരുക്കമാണ് ഈ അഭിഷേകം. അഥവാ ബെഥാനിയായിൽ വെച്ച് നടന്നത് യേശുവിൻ്റെ രാജാഭിഷേകമായിരുന്നുവെന്ന് സുവിശേഷകൻ സൂചിപ്പിക്കുന്നു. ബൈബിളിൽ മുഖ്യമായും 2 വ്യക്തികളെയാണ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. രാജാവിനെയും പുരോഹിതനെയും അഭിഷേകം ചെയ്യുന്നത് പുരോഹിതനോ പ്രവാചകനോ ആയിരിക്കും. അതും തലയിൽ തൈലം പൂശിയാണ് അഭിഷേക കർമ്മം നിർവഹിക്കുക. എന്നാൽ ഇവിടെ എല്ലാം കീഴ്മേൽ മറിയുന്നു. തലയിലല്ല, പാദങ്ങളിലാണ് ഇവിടെ തൈലം പൂശുന്നത്. യഹൂദരുടെ ഇടയിൽ സാധാരണമായി ശവശരീരത്തിൻ്റെ പാദങ്ങളിലാണ് തൈലം പൂശുക, ശരീരം മുഴുവൻ പൂശുന്നതിൻ്റെ പ്രതീകമായി. അപ്പോൾ യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശുന്നത് ശവസംസ്കാരത്തിൻ്റെ ഒരുക്കമായി കാണണം. യേശു തന്നെ ഈ അഭിഷേകത്തെ അപ്രകാരം വിശദീകരിച്ചതും ശ്രദ്ധേയം. പുരോഹിതനോ പ്രവാചകനോ അല്ല, ഒരു സ്ത്രീയാണ് യേശുവിനെ അഭിഷേകം ചെയ്തത് എന്നതും ശ്രദ്ധിക്കണം. പതിവുകൾക്കും പ്രതീക്ഷകൾക്കും എല്ലാം വിപരീതമായൊരു രാജാഭിഷേകം. തൻ്റെ മരണത്തിലൂടെ ആയിരിക്കും യേശുവിൻ്റെ രാജത്വം പ്രഖ്യാപിക്കപ്പെടുക എന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കുരിശുമരണത്തെ മഹത്വീകരണമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം രാജത്വത്തിൻ്റെ തുടക്കമായിരുന്നു. കുരിശിലാണത് പൂർത്തിയാവുക. പീഡനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ഉപകരണമായ കുരിശിനെ യേശു രക്ഷയുടെ മാർഗവും രാജകീയ സിംഹാസനവുമായി ഉയർത്തി. മരത്തിൽ നിന്ന് ക്രിസ്തു ഭരിക്കുന്നു എന്ന ലത്തീൻ ഗാനശകലം ഈ സത്യം വിളിച്ചറിയിക്കുന്നു. നഗരപ്രവേശം ഒരുക്കം. ഇനി അങ്ങോട്ടുള്ള യേശുവിൻ്റെ പ്രവർത്തന ശൈലികളെല്ലാം പതിവിന് ഘടകവിരുദ്ധമാണ്. താൻ ക്രിസ്തുവാണെന്ന കാര്യം ആരോടും പറയരുതെന്ന് സൗഖ്യം പ്രാപിച്ച രോഗികളോടും തന്നെ ഏറ്റുപറഞ്ഞ ശിഷ്യരോടും കർശനമായി വിലക്കിയിരുന്ന യേശു തന്നെ ഇപ്പോൾ മുൻകൈയെടുത്ത് തൻ്റെ രാജത്വം വിളംബരം ചെയ്യുന്നു. രഹസ്യമായിരിക്കേണ്ട കാലം കഴിഞ്ഞു. ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായി പ്രതീക്ഷിക്കുന്ന ദാവീദിൻ്റെ പുത്രൻ മിശിഹ രാജാവ് താനാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള സമയമായി. ശിഷ്യന്മാരെ വിട്ട് ഒരു കഴുതയെ കൊണ്ടുവരുന്നത് ഈ പരസ്യ പ്രഖ്യാപനത്തിൻ്റെ തുടക്കമാണ്. ഒന്നും മുൻകൂട്ടി അറിയിച്ചിരുന്നതല്ല, എല്ലാം യേശു തന്നെ മുൻകൈയെടുത്ത് നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. കഴുതയാണ് ആദ്യത്തെ ശ്രദ്ധാവിഷയം. ഒരു കഴുത എന്ന് മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷകർ പറയുമ്പോൾ കഴുതയും കഴുതക്കുട്ടിയും എന്നാണ് മത്തായി. ഈ വ്യത്യാസത്തിന് വ്യാഖ്യാതാക്കൾ പല വിശദീകരണങ്ങൾ നൽകാറുണ്ട്. വ്യാകരണാധിഷ്ഠിതമായ വ്യാഖ്യാനം കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നു. സഖറിയായുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മത്തായി എടുത്തു പറയുന്നുണ്ട്. സഖറിയ 9:9 ഇവിടെ ഉദ്ധരിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തം. യേശുവിൽ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായി എന്ന് എടുത്തു കാട്ടുക മത്തായി സുവിശേഷത്തിൻ്റെ ഒരു സവിശേഷതയാണ്. കഴുതയുടെ, കഴുതക്കുട്ടിയുടെ എന്ന പ്രഖ്യാപന വചനത്തിൽ കോമായ്ക്ക് പകരം എന്ന് വായിച്ചെടുത്തതാണ് 2 കഴുതകളുടെ ഉദ്ഭവം എന്ന് കരുതാം. ഹെബ്രായ അരമായ ഭാഷയിൽ കോമായും എന്ന സമുച്ചയവും തമ്മിൽ സാമ്യമുണ്ട്. അതിനാൽ 2 കഴുതയല്ല, കഴുതക്കുട്ടിയാണ് ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്ന് കരുതാൻ ന്യായമുണ്ട്. കഴുതക്കുട്ടി എന്നാൽ ആരും ഇതുവരെ കയറി സഞ്ചരിച്ചിട്ടില്ലാത്ത കഴുത എന്ന് മാത്രമാണ് സൂചന. കഴുതപ്പുറത്ത് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ പ്രതീകാത്മകമായൊരു പ്രവൃത്തിയാണ്. നമ്മുടെ നാട്ടിൽ കഴുതയെ ബുദ്ധിഹീനതയുടെ അടയാളവും വിലകെട്ടതുമായ ഒരു മൃഗമായി സാധാരണക്കാർ കരുതാറുണ്ട്. എന്നാൽ ഇസ്രായേലിൽ കഴുതയെ രാജകീയ മൃഗവും സമാധാനത്തിൻ്റെ അടയാളവുമായി പരിഗണിച്ചിരുന്നു. സോളമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ശീഹോനിലേക്ക് കൊണ്ടുപോയി എന്ന പ്രസ്താവന ഇത് വ്യക്തമാക്കുന്നു. അതേസമയം കഴുത വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളവുമാണ്. യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് പടക്കുതിരയുടെ പുറത്തായിരിക്കും പോവുക. യുദ്ധം ജയിച്ച് സമാധാനം പുനഃസ്ഥാപിച്ച് മടങ്ങി വരുമ്പോൾ കഴുതപ്പുറത്ത് നഗരത്തിലേക്ക് പ്രവേശിക്കും. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. യേശുവിൻ്റെ നഗരപ്രവേശത്തിലൂടെ ഈ പ്രവചനം പൂർത്തിയാകുന്നു.
രാജാവായാണ് യേശു വരുന്നത്. അരാജത്വത്തിൻ്റെ 2 സവിശേഷതകൾ പ്രവാചകൻ എടുത്തു കാട്ടുന്നുണ്ട്. വിജയം, വിനയം, പ്രതീകം മുഴുവനായി കണക്കിലെടുക്കുമ്പോൾ കിട്ടുന്ന ചിത്രമാണിത്. യേശു ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് വിജയിച്ച വിനയാന്വിതനായ രാജാവായിട്ടാണ്. എന്നാൽ ആരാണ് അവനെ തിരിച്ചറിയുക, സ്വീകരിക്കുക? ജനത്തിൻ്റെ പ്രതികരണം. ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പെസഹ തിരുനാൾ. ആണ്ടുതോറും സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെസഹ ജെറുസലേമിൽ ആഘോഷിക്കുക എന്നത് എല്ലാ ഇസ്രായേൽക്കാരുടെയും വലിയ ആഗ്രഹമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ഏകദേശം 70,000 ആളുകൾ ജെറുസലേമിൽ വസിച്ചിരുന്നു. എന്നാൽ പെസഹ കാലമാകുമ്പോൾ 7 ലക്ഷത്തോളം തീർത്ഥാടകർ നഗരത്തിലേക്ക് എത്തുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. സർവത്ര ജനക്കൂട്ടം വലിയ പുരുഷാരം തിങ്ങി നിറഞ്ഞ നിരത്തിലൂടെയാണ് യേശു കഴുതപ്പുറത്ത് കയറി വരുന്നത്. ഒലിവുമലയിൽ നിന്നാണ് തുടക്കം. അവിടെ നിന്നാൽ തൊട്ടുമുന്നിൽ 1 കിലോമീറ്റർ അകലെ ജെറുസലേം നഗരം കാണാം. രണ്ടിനുമിടയിൽ കെദ്രോൺ താഴ്വര. തികച്ചും അസാധാരണമായി കഴുതപ്പുറത്ത് വരുന്ന യേശു ജനശ്രദ്ധയെ ആകർഷിച്ചു. ശിഷ്യന്മാരിൽ ചിലർ തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ച് രാജാവിന് പരവതാനി ഒരുക്കി. മറ്റു ചിലർ പച്ചിലക്കൊമ്പുകൾ ഒടിച്ചു വീശി നിലത്തിട്ട് പരവതാനിക്ക് മോടികൂട്ടി. കണ്ടുനിന്നവർ അനുകരിച്ചു. നിമിഷങ്ങൾക്കകം അത് വലിയൊരു ഘോഷയാത്രയായി. ശിഷ്യർ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ആർപ്പ് വിളിക്കുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോസാന എന്ന ഉദ്ഘോഷണം 2 ഹീബ്രു വാക്കുകൾ സംയോജിപ്പിച്ചതാണ്. ഹോഷയായും നായും. കർത്താവെ രക്ഷിക്കണമേ എന്നർത്ഥം. ഹീബ്രുവിലെ ന മലയാളത്തിലെ നേയ്ക്ക് സമാനമാണ് യാചനാരൂപം. രാജാവിനെ അയച്ചു രക്ഷിക്കണേ എന്നായിരുന്നു ആരംഭത്തിൽ പ്രാർത്ഥന. എന്നാൽ കാലക്രമത്തിൽ ഇത് രക്ഷകനായി വരുന്ന രാജാവിനെ സ്വീകരിക്കുന്ന വേളയിൽ മുഴങ്ങുന്ന ജയ്വിളിയായി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന ഉദ്ഘോഷണം സങ്കീർത്തനം 118:26 ഉദ്ധരണിയാണ്. സുവിശേഷകന്മാർ വിവരിക്കുന്ന യേശുവിൻ്റെ നഗരപ്രവേശം 118 സങ്കീർത്തനത്തിൽ പറയുന്ന പലതിൻ്റെയും പൂർത്തീകരണമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക സഹായത്താൽ ശത്രുക്കളുടെ മേൽ വിജയം ഭരിച്ചതിലുള്ള സന്തോഷവും ആഹ്ലാദവുമാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം മുഴങ്ങുന്നത്. കർത്താവെ രക്ഷിക്കണേ എന്ന് വിവർത്തനം ചെയ്യുന്ന 118 സങ്കീർത്തനം 25 വാക്യം ഹെബ്രായ ബൈബിളിൽ ഹോഷയാന എന്നാണ്. കഴുതയും മരച്ചിലകളും ഹോസാന വിളിയും രാജാവിന് ജയ്വിളികളും എല്ലാം ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ സംഭവങ്ങളുടെ ലക്ഷ്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന ദാവീദിൻ്റെ പുത്രനും രക്ഷകനുമായ രാജാവാണ് യേശു. അവൻ ശത്രുക്കളുടെ മേൽ വിജയം ഭരിച്ച് നഗരത്തിലേക്ക് വരുന്നു. ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് യോഹന്നാൻ എടുത്തു പറയുന്നു. പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം എന്ന വിശേഷണം ഭൗതികമായൊരു സാമ്രാജ്യ സ്ഥാപനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് ജനം കരുതിയത് എന്ന് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ പ്രവൃത്തി ജനക്കൂട്ടം തെറ്റിദ്ധരിച്ചു. അതേസമയം നേതാക്കൾ എതിർത്ത് പ്രതിഷേധിച്ചു. യേശുവിൻ്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. യേശുവിൻ്റെ വിലാപം. ജനക്കൂട്ടം മുഴുവൻ ആർത്ത് വിളിച്ച് ആഹ്ലാദിക്കുമ്പോൾ യേശുവിന് ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് ലൂക്കാ സുവിശേഷകൻ എടുത്തു പറയുന്നു. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഫലം പുറപ്പെടുവിക്കാനായി അത്തിമരത്തിന് നൽകിയ 1 വർഷം പൂർത്തിയായി. ഫലമുണ്ടായില്ല. ഇനി സമൂല നാശമാണ് ബാക്കി. 40 വർഷം കഴിഞ്ഞ് സംഭവിക്കാനിരുന്ന മഹാദുരന്തം യേശുവിൻ്റെ പ്രവാചക ദൃഷ്ടികൾ കണ്ടു. AD 70 റോമൻ സൈന്യം ജെറുസലേം പട്ടണം നശിപ്പിച്ചു. ദേവാലയം ചുട്ടരിച്ചു. 10,000 നഗരവാസികളെ അടിമകളാക്കി. സാമ്രാജ്യത്തിൻ്റെ വിവിധ ചന്തകളിൽ ലേലം ചെയ്തു വിറ്റു. കാരണം സന്ദർശന ദിനം അറിഞ്ഞില്ല. നഗരവാസികളുടെ പ്രതികരണം. നഗരത്തിന് പുറത്തുനിന്ന് തീർത്ഥാടകരായി വന്ന ശിഷ്യഗണമാണ് യേശുവിനെ രാജാവായി പ്രഘോഷിച്ച് നഗരത്തിനുള്ളിലേക്ക് ആനയിച്ചത് എന്ന് ലൂക്കാ സുവിശേഷകൻ പ്രത്യേകമാംവിധം പറയുന്നുണ്ട്. എന്നാൽ നഗരവാസികളുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. അവർ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി.
നഗരവാസികളുടെ പ്രതികരണം വിവരിക്കാൻ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് സെയ്ത എന്ന ഗ്രീക്ക് വാക്കാണ്. കുലുങ്ങുക, ഇളകുക, ഭ്രമിക്കുക എന്നൊക്കെയാണ് വാക്കിനർത്ഥം. ഇതിൽ നിന്നാണ് ഭൂമികുലുക്കം എന്ന് വിവർത്തനം ചെയ്യുന്ന സെയ്സ്മോസ് എന്ന നാമത്തിൻ്റെ ഉദ്ഭവം. ജിജ്ഞാസയും ഉത്കണ്ഠയും ഭയവും എല്ലാം കൂടിക്കലർന്ന ഒരു പ്രതികരണമാണിത്. ജനക്കൂട്ടത്തിൻ്റെ വികാരത്തിൽ നഗരവാസികൾ പങ്കുചേർന്നില്ല, മറിച്ച് ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. യഹൂദരുടെ രാജാവായി അന്വേഷിച്ച ജ്ഞാനികൾ കിഴക്കുനിന്ന് വന്നപ്പോൾ ഹേറോദേസിന് പട്ടണം മുഴുവനുണ്ടായ ഒരു അനുഭാവത്തിന് സമാനമാണിത്. കടന്നുവരുന്ന ഘോഷയാത്രയെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നു. ഉള്ളിൽ ഭയം ജനിക്കുന്നു. അവർ അന്വേഷിച്ചു, ആരാണിവൻ? ജനക്കൂട്ടത്തിൻ്റെ മറുപടിയിൽ അവ്യക്തതയുണ്ട്. ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകൻ രാജാവായി സ്വീകരിക്കുമ്പോഴും യേശുവിനെ ജനം പ്രവാചകനായി കാണുന്നു എന്നതും ശ്രദ്ധേയം. ഒരു പ്രവാചക രാജാവ്. നേതാക്കളുടെ പ്രതികരണം. രാജകീയമായ നഗരപ്രവേശവും തുടർന്നു നടന്ന ദേവാലയത്തിലെ കടന്നാക്രമണവും ജനക്കൂട്ടത്തിൻ്റെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും ഹോസാന വിളിയും എല്ലാ മതനേതാക്കന്മാരെയും കുപിതരാക്കി. കാരണം പലതുമുണ്ടാകാം. ഇതൊരു വലിയ കലാപത്തിൻ്റെ തുടക്കമായി കണ്ട് റോമൻ സൈന്യം ഇടപെടാം. നഗരത്തിൽ നാശം വിതച്ചേക്കാം എന്ന ഭയം ഒരു വശത്ത്. ദേവാലയത്തിൻ്റെ എതിർവശത്ത് അന്തോണിയ കോട്ടയിൽ റോമൻ സൈന്യം ജാഗ്രതാപൂർവം കാവൽ നിൽക്കുന്നു. അവർ ഏതു നിമിഷവും ഇടപെടാം, കലാപം അടിച്ചൊതുക്കാൻ. ഇതാണ് ഒരു കാരണം. എന്നാൽ അതുമാത്രമല്ല, ജനക്കൂട്ടത്തിൻ്റെ ഹോസാന വിളിയും ഉദ്ഘോഷണങ്ങളും ദൈവദൂഷണമായിട്ടാണ് നേതാക്കന്മാർ കണ്ടത്. ഇതിനോടകം കലാപകാരിയും ദൈവദൂഷകനും വ്യാജപ്രവാചകനുമായി യേശുവിനെ അവർ മുദ്രകുത്തി കഴിഞ്ഞിരുന്നു. ജനക്കൂട്ടം മുഴുവനും അവൻ്റെ പിന്നാലെ പോകുന്നതായി കണ്ട് അവരിൽ അസൂയയും ഭയവും നിറഞ്ഞിരുന്നു. തങ്ങളുടെ തന്നെ നിലനിൽപ്പും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും അപകടത്തിലാകുന്നു എന്ന് അവർ കരുതി. അതാണ് ഹോസാന വിളിക്കുന്ന കുട്ടികളെ ശാസിക്കാൻ യേശുവിനോട് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം. യേശുവിനെ അനുഗമിച്ചതും ജയ് വിളിച്ചതും എല്ലാം ശിഷ്യഗണം മാത്രമായിരുന്നു. നേതാക്കന്മാർ അതിനെ എതിർക്കുകയാണ് ചെയ്തത് എന്ന് ലൂക്കാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന മറുപടിയിലും വരാൻ പോകുന്ന നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ച് യേശു സൂചന നൽകി. ഇവർ മൗനം ഭജിച്ചാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രവചനം ഇന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ജെറുസലേമിലേക്ക് വരുന്നവർക്കെല്ലാം കാണാം. കണ്ണീരിൻ്റെ മതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ ഏക അവശിഷ്ടമായ അടിത്തറയുടെ മതിലിൽ ജനം സ്വീകരിച്ച് സന്തോഷിച്ചു. നേതാക്കൾ എതിർത്തു. യേശു വിലപിച്ച് ദേവാലയം ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു. എന്തു പാഠമാണ് ഓശാന ഞായർ നമുക്ക് നൽകുന്നത്? സന്ദേശം: യേശുവിൻ്റെ രാജത്വമാണ് ഈ തിരുനാളിൻ്റെ മുഖ്യപ്രമേയം. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ച രക്ഷകനും ദാവീദിൻ്റെ പുത്രനും അഭിഷിക്തനുമായ രാജാവ്. എന്നാൽ രാജാവിൻ്റെ സ്വഭാവം മറ്റു രാജാക്കന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മരണത്തിനൊരുക്കമായാണ് അഭിഷേകം. കഴുതയാണ് വാഹനം, കുരിശാണ് സിംഹാസനം. മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന മിശിഹാ രാജാവ്. ജനം പ്രതീക്ഷിച്ചതിനും ഉദ്ഘോഷിച്ചതിനും ഘടകവിരുദ്ധമാണ് യേശുവിൻ്റെ രാജത്വവും അവൻ സ്ഥാപിക്കുന്ന രാജ്യവും. ശത്രുരാജ്യങ്ങളെയെല്ലാം കീഴടക്കി സ്ഥാപിക്കുന്ന ഒരു ഭൗതിക സാമ്രാജ്യമാണ് ജനം സ്വപ്നം കണ്ടത്. ദാവീദിൻ്റെ രാജ്യം ലോകം മുഴുവൻ്റെയും മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു മഹാസാമ്രാജ്യം. എന്നാൽ യേശു പ്രഘോഷിച്ചതും ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കിയതും ഒരു ലൗകിക സാമ്രാജ്യമല്ല, ദൈവത്തിൻ്റെ രാജ്യമാണ്. അതിൻ്റെ ശൈലിയും മൂല്യങ്ങളും വ്യത്യസ്തമാണെന്ന് യേശു വാക്കും പ്രവൃത്തിയും സർവോപരി മരണവും ഉദ്ധാനവും വഴി വെളിപ്പെടുത്തി. ഒറ്റവാക്യത്തിൽ വിശുദ്ധ പൗലോസ് അതിനെ സംഗ്രഹിച്ചു: ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഓശാന ഞായർ വലിയ ആഴ്ചയുടെ തുടക്കമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ യേശു ജെറുസലേമിൽ സുവിശേഷം പ്രഘോഷിക്കും. ഓശാന ഞായർ വലിയ ആഴ്ചയുടെ തുടക്കമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ യേശു ജെറുസലേമിൽ സുവിശേഷം പ്രഘോഷിക്കും. പക്ഷേ അത് വലിയ സംഘടനത്തിലേക്കും ഒടുവിൽ കുരിശുമരണത്തിലേക്കുമാണ് നയിക്കുക. എന്നാൽ മരണത്തിനപ്പുറം ഒരു ഉത്ഥാനമുണ്ടെന്നും അവസാന വാക്ക് ജീവൻ്റേതാണെന്നും വലിയ ആഴ്ച നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അതോടൊപ്പം യേശുവിൻ്റെ രാജത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സവിശേഷതകൾ പ്രത്യേകം ഓർമ്മിക്കണം. പ്രത്യേകം അനുസ്മരിപ്പിക്കേണ്ട മൂല്യങ്ങൾ: വിനയം, ലാളിത്യം, സമാധാനം,
ദൈവസ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ സംരംഭ്യമാകുന്ന ആനന്ദം, ഇതൊക്കെയായിരിക്കണം ഓശാന ഞായർ നമ്മെ പ്രത്യേകം അനുസ്മരിപ്പിക്കേണ്ട മൂല്യങ്ങൾ. പ്രകടനാത്മകമായ ആഘോഷങ്ങൾക്കും പ്രഘോഷണങ്ങൾക്കുമല്ല, സുവിശേഷ മൂല്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത, വിശ്വാസം, സ്നേഹം, സാഹോദര്യം മുതലായവയ്ക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. ഓശാന വിളികളുടെ മധ്യേ നഗരത്തിൽ പ്രവേശിച്ചവനെതിരെ 4 നാൾ കഴിയുമ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് നഗരവാസികൾ ആക്രോശിക്കും. യഥാർത്ഥവും സ്ഥായിയുമായ സന്തോഷവും സമാധാനവും കുരിശിലൂടെ മാത്രമേ ലഭ്യമാകൂ എന്നും ഓശാന ഞായർ അനുസ്മരിപ്പിക്കുന്നു. മറക്കാതിരിക്കാം.